നഗരം കനത്ത മഴയിൽ കുതിർന്നു നിന്നു. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ പെയ്തു തുടങ്ങിയ മഴയ്ക്കടങ്ങിയിരിക്കാൻ ഭാവമില്ലായിരുന്നു. തന്റെ മെഴ്സിഡസ് കാറിന്റെ വൈപ്പറുകൾക്ക് ഒരു നിമിഷം പോലും വിശ്രമമില്ലായിരുന്നു. ചില്ലു ഗ്ലാസിലൂടെ മുന്നോട്ടുള്ള കാഴ്ചയെ മഴത്തുള്ളികൾ കീറിമുറിച്ചുകൊണ്ടിരുന്നു. റേഡിയോയിൽ ഗസലിന്റെ നേർത്ത ഈണം ഒഴുകിയെത്തുന്നുണ്ടെങ്കിലും ആദിലിന്റെ ശ്രദ്ധ മുഴുവൻ മുന്നിലെ റോഡിലായിരുന്നു. ഒരു വലിയ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു അവൻ. വിജയിച്ച ഒരു സംരംഭകൻ എന്ന നിലയിൽ ഇത്തരം രാത്രിയാത്രകൾ അവനിപ്പോൾ ശീലമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. നഗരത്തിലെ പ്രധാന പാതയോരത്തുള്ള ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പിന്റെ കോൺക്രീറ്റ് തറയിൽ ഒരു സ്ത്രീരൂപം മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അവരുടെ ദേഹമാസകലം നനഞ്ഞിരുന്നു. തണുപ്പ് കാരണം ശരീരം ചെറുതായി വിറയ്ക്കുന്നതുപോലെ തോന്നി. ആദിലിന്റെ ഉള്ളിൽ ഒരു നിമിഷത്തേക്ക് സഹതാപം അലയടിച്ചു. ഈ നഗരത്തിൽ ഇത്തരം കാഴ്ചകൾ പുതുമയല്ല. ഓരോരുത്തർക്കും ഓരോരോ കഥകളുണ്ടാകും. എല്ലാവരുടെയും പിന്നാലെ പോയാൽ തനിക്കൊരിടത്തും എത്താൻ കഴിയില്ലെന്ന് അവൻ സ്വയം പറഞ്ഞു. അവൻ കാറിന്റെ വേഗത കുറയ്ക്കാതെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. പക്ഷേ എന്തോ ഒരു ശക്തി അവനെ പിന്നോട്ടു വലിച്ചു. ആ രൂപത്തിന് വല്ലാത്തൊരു പരിചിതത്വം. കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ തീവ്രമായ വെളിച്ചം ആ ബസ് സ്റ്റോപ്പിലേക്കടിച്ചപ്പോൾ അവൻ ആ മുഖം ഒരു നിമിഷത്തേക്ക് കണ്ടു. നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. അതേ മുഖം. കാലം ചുളിവുകൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിലും ആ കണ്ണുകളിലെ ഗൗരവം മാഞ്ഞിട്ടില്ല. ഓർമ്മകളുടെ പുസ്തകത്തിലെ പൊടിപിടിച്ച ഏടുകൾ ഒന്നൊന്നായി കാറ്റിൽ പറന്നു. 15 വർഷം പിന്നോട്ട് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് സി ഡിവിഷനിലേക്ക് അവന്റെ മനസ്സ് സഞ്ചരിച്ചു. ജമീല ടീച്ചർ. അവന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ക്ലാസ്സിലെ ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരുന്ന ആരോടും മിണ്ടാത്ത, എപ്പോഴും പുറത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ആ പയ്യനെ ഏറ്റവും കൂടുതൽ ശകാരിച്ചിരുന്ന അവന്റെ നിശബ്ദതയെ അഹങ്കാരമെന്ന് മുദ്രകുത്തിയിരുന്ന ജമീല ടീച്ചർ. കീറിയ യൂണിഫോമിന്റെ പേരിൽ, ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് കളിക്കാൻ പോകാതെ ക്ലാസ്സിലിരുന്നതിന്റെ പേരിൽ, ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിന്റെ പേരിൽ എത്രയോ തവണ ടീച്ചർ അവനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചെറുതാക്കിയിരിക്കുന്നു. നിന്നെക്കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് ടീച്ചർ പറഞ്ഞ വാക്കുകൾ ഒരു തീക്കനൽ പോലെ വർഷങ്ങളായി അവന്റെ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു. ആദിലിന്റെ കൈകൾ സ്റ്റിയറിംഗ് വീലിൽ മുറുകി. ഒരു നിമിഷം ആ പഴയ മുറിവുകളെല്ലാം ഒന്നിച്ചു പഴുത്തുപൊട്ടി. ഇതാണ് ദൈവം തന്ന അവസരം. തന്നെ പുച്ഛിച്ച ആ സ്ത്രീ ഇന്ന് തെരുവിൽ ഒരു നേരത്തെ ആഹാരത്തിനു പോലും വകയില്ലാതെ. അവരെ കണ്ടില്ലെന്ന് നടിച്ച് ഈ കാർ മുന്നോട്ട് പായിക്കണം. അതായിരിക്കും കാലം കരുതിവെച്ച ഏറ്റവും മധുരമായ പ്രതികാരം. അവന്റെ കാലുകൾ ആക്സിലറേറ്ററിൽ അമർന്നു. കാർ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. പക്ഷേ റിയർ വ്യൂ മിററിലൂടെ അവൻ ഒന്നുകൂടി ആ രൂപത്തെ നോക്കി. മഴയിൽ നനഞ്ഞ് തണുത്തു വിറച്ച് നിസ്സഹായയായിരിക്കുന്ന ഒരു ഉമ്മ. ഒരു കാലത്ത് താൻ അനുഭവിച്ച അതേ നിസ്സഹായതയല്ലേ ആ കണ്ണുകളിൽ? വിശപ്പിന്റെ കാഠിന്യം എന്താണെന്ന് പഠിപ്പിച്ചത് ദാരിദ്ര്യമായിരുന്നെങ്കിൽ അപമാനത്തിന്റെ വേദന എന്താണെന്ന് പഠിപ്പിച്ചത് ഈ സ്ത്രീയായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ അവസ്ഥ തന്നേക്കാൾ എത്രയോ പരിതാപകരമാണ്. ഒരാൾക്ക് ഒരു പ്രയാസം വന്നാൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. ചെറുപ്പത്തിൽ ഉപ്പ പറഞ്ഞുകൊടുത്ത വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. എത്ര വലിയ ശത്രുവാണെങ്കിലും അവർ നിസ്സഹായരാണെങ്കിൽ കൈവിടരുതെന്ന പാഠം. ആദിലിന്റെ ഉള്ളിലെ മനുഷ്യൻ വിജയിച്ചു. പ്രതികാരത്തിന്റെ കനലുകളെ അവൻ സഹാനുഭൂതിയുടെ കണ്ണീർ കൊണ്ട് കെടുത്തി. അവൻ കാർ റോഡിന്റെ ഒരരികിലേക്ക് ഒതുക്കി നിർത്തി. പിൻസീറ്റിലിരുന്ന വലിയ കുടയെടുത്ത് അവൻ കാറിൽ നിന്നിറങ്ങി ആ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. ഓരോ അടിക്കും വർഷങ്ങളുടെ ഭാരമുണ്ടായിരുന്നു. അവൻ അവരുടെ മുന്നിൽ ചെന്ന് കുട നിവർത്തി. മഴത്തുള്ളികൾ ദേഹത്ത് വീഴുന്നത് നിന്നപ്പോൾ അവർ പതിയെ തലയുയർത്തി നോക്കി. മുന്നിൽ കുടയും ചൂടി നിൽക്കുന്ന അപരിചിതനായ ചെറുപ്പക്കാരനെ അവർ സംശയത്തോടെ നോക്കി. അവന്റെ വിലകൂടിയ വസ്ത്രങ്ങളും പിന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറും അവരുടെ കണ്ണുകളിൽ ഭയം നിറച്ചു. ഉമ്മ, എങ്ങോട്ടാ പോകേണ്ടത്? ആദിൽ സൗമ്യമായി ചോദിച്ചു. അവന്റെ ശബ്ദം മഴയുടെ ഇരമ്പലിൽ മുങ്ങിപ്പോയിരുന്നു. അവർ മറുപടി പറഞ്ഞില്ല. പകരം എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ തണുപ്പും വിശപ്പും തളർത്തിയ ശരീരം അവരെ അനുസരിച്ചില്ല. പേടിക്കേണ്ട, ഞാൻ സഹായിക്കാനാ വന്നത്. ഈ മഴയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. എനിക്ക് പോകാൻ ഒരിടവുമില്ല മോനെ, നേർത്ത ശബ്ദത്തിൽ അവർ പറഞ്ഞു. ആ വാക്കുകളിൽ ഒരു ജീവിതത്തിന്റെ മുഴുവൻ തകർച്ചയുമുണ്ടായിരുന്നു. ആദിൽ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ പതിയെ അവരുടെ അടുത്തേക്കിരുന്ന് ചോദിച്ചു, ടീച്ചറെ, എന്നെ ഓർമ്മയുണ്ടോ?
ടീച്ചർ എന്ന ആ വിളിയിൽ അവർ ഞെട്ടി. ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. ഓർമ്മകൾക്കിടയിൽ എവിടെയോ മറഞ്ഞ ഒരു മുഖം. ഞാനാണ് ആദിൽ, ടീച്ചറുടെ ക്ലാസ്സിലെ ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരുന്നിരുന്ന. ജമീല ടീച്ചറുടെ കണ്ണുകൾ വിടർന്നു. ഓർമ്മയുടെ തിരശീലകൾ ഒന്നൊന്നായി മാറി. മുന്നിലിരിക്കുന്നത് അതേ ആദിൽ, താൻ എന്നും ശകാരിച്ചിരുന്ന, അഹങ്കാരി എന്ന് വിളിച്ചിരുന്ന, പ്രതീക്ഷകളില്ലാത്തവൻ എന്ന് വിധിയെഴുതിയ ആ പയ്യൻ. അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവർക്ക് ശക്തിയില്ലായിരുന്നു. അപമാനം കൊണ്ട് അവരുടെ മുഖം കുനിഞ്ഞു. വർഷങ്ങൾക്കുശേഷം താൻ ഏറ്റവും പരിഹസിച്ച വിദ്യാർത്ഥിയുടെ മുന്നിൽ ഇങ്ങനെയൊരു കോലത്തിൽ. മോനെ, അവരുടെ ശബ്ദം ഇടറി. കണ്ണുകളിൽ നിന്ന് ചൂടുള്ള കണ്ണുനീർ മഴവെള്ളത്തോടൊപ്പം ഒഴുകിയിറങ്ങി. എഴുന്നേൽക്ക് ടീച്ചറെ. ആദിൽ അവരുടെ കൈകളിൽ പിടിച്ചു. നമുക്ക് പോകാം. എങ്ങോട്ട്? അവർ നിസ്സഹായിയായി ചോദിച്ചു. എന്റെ വീട്ടിലേക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് സംസാരിക്കാം. ഈ തണുപ്പത്ത് ഇവിടെ നിന്നാൽ ശരിയാവില്ല. ജമീല ടീച്ചറൊന്നും മിണ്ടിയില്ല. എതിർക്കാൻ അവർക്ക് ശക്തിയുണ്ടായിരുന്നില്ല. അപമാനഭാരം കൊണ്ട് തളർന്ന ആ ശരീരത്തെ ആദിൽ താങ്ങി എഴുന്നേൽപ്പിച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ പ്രതീകമായ ആഡംബര കാറിന്റെ മുൻസീറ്റിലേക്ക് തന്റെ പരാജയത്തിന്റെ പ്രതീകമായിരുന്ന ടീച്ചറെ അവൻ മെല്ലെയിരുത്തി. കാർ വീണ്ടും നഗരപാതയിലൂടെ നീങ്ങിത്തുടങ്ങി. ഗസലിന്റെ ഈണം അപ്പോഴും നേർത്തതായിരുന്നു. പുറത്ത് മഴ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു. അകത്ത് ഭാരമേറിയ നിശബ്ദത കനത്തുമൂടി. ആ നിശബ്ദതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുള്ള, പറയാൻ മറന്ന ഒരുപാട് വാക്കുകളുടെ ഭാരമുണ്ടായിരുന്നു. നഗരത്തിലെ ഏറ്റവും വില കൂടിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളിലൊന്നിന്റെ ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് ആദിലിന്റെ കാർ ഒഴുകിയിറങ്ങി. തനിക്കായി അടയാളപ്പെടുത്തിയ പാർക്കിംഗ് സ്ഥലത്ത് കാർ നിർത്തി അവൻ എൻജിൻ ഓഫ് ചെയ്തു. ഒരു നിമിഷം പുറത്തെ മഴയുടെ നേർത്ത ശബ്ദം മാത്രമായി. അപമാനവും ക്ഷീണവും കൊണ്ട് ജമീല ടീച്ചർ സീറ്റിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു. അവരുടെ നനഞ്ഞ വസ്ത്രങ്ങൾ വില കൂടിയ ലെതർ സീറ്റിൽ പാടുകൾ വീഴ്ത്തുന്നുണ്ടായിരുന്നു. നമുക്കിറങ്ങാം ടീച്ചറെ, ആദിൽ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു. അവൻ താങ്ങിയിറക്കുമ്പോൾ ജമീല ടീച്ചർ ചുറ്റുമൊന്നു നോക്കി. ആഡംബര കാറുകൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നു. വൃത്തിയും വെടിപ്പുമുള്ള തറ. ഒരു സ്വപ്നലോകത്തെത്തിയതുപോലെ അവർക്ക് തോന്നി. പ്രൈവറ്റ് ലിഫ്റ്റിൽ കയറി 14-ാം നിലയിലെത്തുമ്പോൾ അവരുടെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു. ഡോർബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് സുന്ദരിയായ ഒരു യുവതിയായിരുന്നു. ആദിലിന്റെ ഭാര്യ ഫാത്തിമ. രാത്രി വൈകി ഭർത്താവിനെ പ്രതീക്ഷിച്ചിരുന്ന അവളുടെ മുഖത്തെ പുഞ്ചിരി കൂടെ നനഞ്ഞൊലിച്ചു നിൽക്കുന്ന അപരിചിതയായ സ്ത്രീയെ കണ്ടപ്പോൾ നേരിയ അമ്പരപ്പിന് വഴിമാറി. ആദിൽ, ഇതാരാണ്? അവളുടെ കണ്ണുകളിൽ ചോദ്യം നിറഞ്ഞു. ഫാത്തിമ, ഇത് എന്റെ ടീച്ചറാണ്, ജമീല ടീച്ചർ, ആദിൽ ശാന്തമായി പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ്. ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം. ഉമ്മാക്ക് ആദ്യം ഉണങ്ങിയ വസ്ത്രങ്ങൾ വല്ലതും കൊടുക്ക്. ഫാത്തിമ ഒരു നിമിഷം അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിലും ആ സ്ത്രീയുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, വരൂ ഉമ്മ, അകത്തേക്ക് വരൂ. അവർ ടീച്ചറെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദിലിന്റെ ഉമ്മയുടെ പഴയ എന്നാൽ വൃത്തിയുള്ള ഒരു ജോഡി വസ്ത്രങ്ങൾ നൽകി. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ സൗകര്യമൊരുക്കി. ജമീല ടീച്ചർക്ക് ഇതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ഓരോ നിമിഷവും അപമാനം കൊണ്ട് അവരുടെ ശിരസ് കുനിഞ്ഞുപോയിരുന്നു. കുളി കഴിഞ്ഞ് ഉണങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ അവർക്കായി ആവി പറക്കുന്ന ചൂടുള്ള കഞ്ഞിയും പുഴുക്കും ഫാത്തിമ തയ്യാറാക്കിയിരുന്നു. ഇതൊന്ന് കഴിക്കൂ ഉമ്മ, നല്ല തണുപ്പല്ലേ? ഫാത്തിമ സ്നേഹത്തോടെ പറഞ്ഞു. ഒരു സ്പൂൺ കഞ്ഞി കോരി വായിലേക്ക് വെച്ചപ്പോൾ ജമീല ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര നാളായി ഇങ്ങനെ സ്നേഹത്തോടെ ഒരു ഉരുള ഭക്ഷണം മുന്നിലെത്തിയിട്ട്. ആ ചൂട് വയറ്റിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ആദിലിന്റെ മനസ്സിലേക്ക് മറ്റൊരു ഓർമ്മ ഇരച്ചെത്തി. 15 വർഷം മുൻപ് ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലടിച്ചു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം തങ്ങളുടെ ചോറ്റുപാത്രങ്ങളുമായി പുറത്തേക്കോടി. ആദിൽ മാത്രം ബെഞ്ചിൽ അനങ്ങാതെയിരുന്നു. അവന്റെ വയറ്റിൽ വിശപ്പിന്റെ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രിയിൽ ബാക്കി വന്ന കഞ്ഞിവെള്ളം കുടിച്ചാണ് അവൻ സ്കൂളിലേക്ക് വന്നത്. വീട്ടിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ പാത്രങ്ങളിൽ നിന്ന് വരുന്ന ബിരിയാണിയുടെയും നെയ്ച്ചോറിന്റെയും മണം അവന്റെ വിശപ്പിനെ ഇരട്ടിയാക്കി. അന്ന് ഉച്ചയ്ക്ക് ശേഷം കണക്ക് ക്ലാസ്സായിരുന്നു. ജമീല ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്. വിശപ്പ് കാരണം ബോർഡിൽ എഴുതുന്ന അക്കങ്ങളൊന്നും അവന്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല.
അവൻ അറിയാതെ ബെഞ്ചിൽ തലവെച്ചുപോയി. "ആദിൽ, എഴുന്നേൽക്കെടാ!" ടീച്ചറുടെ അലർച്ച കേട്ടാണ് അവൻ ഞെട്ടിയുണർന്നത്. ക്ലാസ് മുഴുവൻ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തിന്നിട്ടാണോടാ സ്കൂളിലേക്ക് കെട്ടിയെടുക്കുന്നത്? പഠിക്കാൻ വന്നതാണോ അതോ കിടന്നുറങ്ങാനോ? ശ്രദ്ധിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ പുറത്തുപോ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. വിശപ്പ് കൊണ്ടാണ് ടീച്ചറെ എന്ന് പറയാൻ നാവ് പൊങ്ങിയില്ല. അപമാനം കൊണ്ട് അവൻ തലകുനിച്ചു നിന്നു. അന്നു മുഴുവൻ വിശപ്പിനേക്കാൾ വലിയ വേദന ആ വാക്കുകൾക്കായിരുന്നു. "ആദിൽ, എന്തുപറ്റി?" ഫാത്തിമയുടെ ചോദ്യമാണ് അവനെ ഓർമ്മകളിൽ നിന്നുണർത്തിയത്. അവന്റെ കണ്ണുകൾ ചെറുതായി നനഞ്ഞിരുന്നു. "ഒന്നുമില്ല," അവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ജമീല ടീച്ചർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ മുഖത്ത് നേരിയൊരു തെളിച്ചം വന്നിരുന്നു. ഫാത്തിമ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. മുറിയിലെ മെത്തയിലേക്ക് നോക്കി അവർ ഒരു നിമിഷം നിന്നു. തങ്ങളുടെ മക്കൾ ആട്ടിപ്പുറത്താക്കിയ ശേഷം തണുത്ത നിലത്തും ബസ് സ്റ്റോപ്പിലുമൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറങ്ങിയിരുന്നത്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഫാത്തിമ പോയപ്പോൾ മുറിയിൽ ആദിലും ടീച്ചറും തനിച്ചായി. ഭാരമേറിയ നിശബ്ദത. ആദിൽ തന്നെ സംഭാഷണത്തിന് തുടക്കമിട്ടു. "ടീച്ചറെ, എന്താണുണ്ടായത്? മക്കളൊക്കെ എവിടെ?" ആ ചോദ്യം കേട്ടതും അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടങ്ങളെല്ലാം ഒരണക്കെട്ട് പൊട്ടിയ പോലെ ജമീല ടീച്ചറുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിത്തുടങ്ങി. അവർ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങിക്കരഞ്ഞു. വാക്കുകൾ കിട്ടാതെ അവർ പ്രയാസപ്പെട്ടു. ആദിൽ അവരുടെ അരികിലിരുന്നു. അവനൊന്നും പറഞ്ഞില്ല, ആശ്വസിപ്പിക്കാനും ശ്രമിച്ചില്ല. ആ കരച്ചിലിനൊരു അവസാനമുണ്ടാകട്ടെ എന്ന് കരുതി അവൻ കാത്തിരുന്നു. കുറച്ചുനേരത്തെ കരച്ചിലിന് ശേഷം അവർ ശാന്തയായി. ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ അവർ അവനെ നോക്കി. ആ നോട്ടത്തിൽ പശ്ചാത്താപവും നിസ്സഹായതയും കാലം തന്നോട് കണക്ക് ചോദിച്ചതിൻ്റെ വേദനയുമുണ്ടായിരുന്നു. എല്ലാം എന്റെ തെറ്റായിരുന്നു മോനെ," അവർ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. "ഞാൻ വിതച്ചതാണ്. ഞാനിപ്പോൾ കൊയ്യുന്നു." അതിൽ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ അവരത് വാങ്ങിക്കുടിച്ചു. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. മുറിയിലെ നിശബ്ദതയിൽ എസിയുടെ നേർത്ത മൂളൽ മാത്രം. "എന്റെ മോൻ റിസ്വാൻ," ജമീല ടീച്ചർ പറഞ്ഞു തുടങ്ങി. ആ പേരു കേട്ടപ്പോൾ തന്നെ ആദിലിന്റെ ഉള്ളിൽ ഒരു നേർത്ത പുച്ഛം കലർന്ന ഓർമ്മയുണർന്നു. ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന, എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ടീച്ചറുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന, ടീച്ചറുടെ കണ്ണിലുണ്ണിയായ റിസ്വാൻ. അവനായിരുന്നു എന്റെ ലോകം, എന്റെ അഭിമാനവും പ്രതീക്ഷയും. അവനെ പഠിപ്പിച്ചു വലിയൊരു നിലയിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ജീവിതം മുഴുവൻ ഞാൻ മാറ്റിവെച്ചത്. ഭർത്താവ് നേരത്തെ മരിച്ചപ്പോൾ പെൺമക്കളെ ഒരുവിധം കെട്ടിച്ചയച്ച് എന്റെ ശ്രദ്ധ മുഴുവൻ അവനിലായിരുന്നു. അവൻ മിടുക്കനായിരുന്നു. പഠിക്കാൻ മാത്രമല്ല, എപ്പോഴും അനുസരണയോടെ സ്നേഹത്തോടെ പെരുമാറുന്നവൻ. നിങ്ങളെയൊക്കെ ശകാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ അവന്റെ മുഖമായിരുന്നു. എല്ലാവരും അവനെപ്പോലെയാകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ടീച്ചർ സംസാരിക്കുമ്പോൾ ആദിലിന്റെ മനസ്സ് വീണ്ടും പഴയ ക്ലാസ് മുറിയിലേക്ക് പാഞ്ഞു. റിപ്പോർട്ട് കാർഡ് കൊടുക്കുന്ന ദിവസം ഓരോ കുട്ടിയുടെയും രക്ഷിതാവിനെ വിളിച്ച് ടീച്ചർ മാർക്ക് വിവരങ്ങൾ പറയുന്നു. ആദിലിന്റെ ഉമ്മയുടെ ഊഴമെത്തി. കീറിയ സാരിത്തുമ്പുകൊണ്ട് തലമറച്ച് പേടിയോടെ നിൽക്കുന്ന ആ പാവം സ്ത്രീയുടെ മുന്നിൽ വെച്ച് ജമീല ടീച്ചർ റിപ്പോർട്ട് കാർഡ് മേശമേലിട്ടു. "ഇവനെക്കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു വിഷയത്തിലും ജയിച്ചിട്ടില്ല, ശ്രദ്ധയുമില്ല, അച്ചടക്കവുമില്ല. എന്റെ ക്ലാസ്സിലെ റിസ്വാനെ കണ്ടുപിടിക്കാൻ പറയണം. അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും എന്ത് അഭിമാനമായിരിക്കും. ഇവൻ നിങ്ങൾക്കും ഒരു ഭാരമാകും." അന്ന് ഉമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയായിരുന്നു ആദിലിന്. റിസ്വാന്റെ ഉമ്മയുടെ മുഖത്തെ പുഞ്ചിരിയും ടീച്ചറുടെ അഭിനന്ദന വാക്കുകളും അവന്റെ ചെവിയിൽ ഈയം പോലെ തുളച്ചുകയറി. അന്ന് അവൻ മനസ്സിൽ കുറിച്ചിട്ടു, എന്നെങ്കിലും ഒരിക്കൽ ഈ അപമാനത്തിന് മറുപടി നൽകുമെന്ന്. അവൻ പഠിച്ച് എഞ്ചിനീയറായി, ദുബായിൽ നല്ലൊരു ജോലി കിട്ടി. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്റെ കഷ്ടപ്പാടുകളെല്ലാം ഫലം കണ്ടു എന്ന് കരുതി. നാട്ടിൽ വരുമ്പോഴെല്ലാം സ്നേഹത്തോടെ പെരുമാറും, സമ്മാനങ്ങൾ കൊണ്ടുവരും. പിന്നെ അവന്റെ കല്യാണം കഴിഞ്ഞു. നഗരത്തിലെ വലിയൊരു വീട്ടിലെ കുട്ടിയെയാണ് അവന് കിട്ടിയത്. അതോടെ അവന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി. ജമീല ടീച്ചർ നിർത്തി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവന്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭാരമായി. എന്റെ പഴയ രീതികളും സംസാരവുമൊന്നും അവൾക്കിഷ്ടപ്പെട്ടില്ല. ഓരോ കാര്യത്തിലും അവൾ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. മോൻ ആദ്യം എന്റെ ഭാഗത്തു നിന്നെങ്കിലും പതിയെ പതിയെ അവൻ പൂർണ്ണമായും അവളുടെ പക്ഷത്തായി. ഞാൻ പറയുന്നത് അവന് ശല്യമായി, എന്റെ സാന്നിധ്യം അവർക്ക് ബുദ്ധിമുട്ടായി. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു,
ഉമ്മാക്ക് ഈ വീട് വിറ്റ് ഞങ്ങളുടെ കൂടെ ദുബായിലേക്ക് വന്നൂടെ എന്ന്. എനിക്ക് സന്തോഷമായി. മകന്റെ കൂടെ ജീവിക്കാമല്ലോ. എന്റെ പേരിലുണ്ടായിരുന്ന ആ വീടും പറമ്പും നല്ലൊരു വിലയ്ക്ക് വിറ്റു. കിട്ടിയ പണം മുഴുവൻ അവന്റെ ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞ് അവൻ വാങ്ങി. എന്നിട്ടെന്നോട് പറഞ്ഞു, വിസ ശരിയാകുന്നതുവരെ തൽക്കാലം എന്റെ പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ. അവരുടെ ശബ്ദം നേർത്തുപോയിരുന്നു. ഞാൻ പെങ്ങളുടെ വീട്ടിൽ പോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അവന്റെ ഒരു വിളിയുമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പലപ്പോഴും ഫോൺ എടുക്കില്ല. എടുത്താൽ തന്നെ തിരക്കിലാണെന്ന് പറഞ്ഞു വെച്ചു കളയും. പെങ്ങളുടെ വീട്ടിലും ഞാനൊരു ഭാരമാവുകയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം ഞാൻ അവനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എനിക്ക് വയ്യ മോനെ, ഇങ്ങനെ നിൽക്കാൻ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ. അന്ന് ഫോണിലൂടെ അവൻ പറഞ്ഞ വാക്കുകളാണ് എന്നെ തളർത്തിക്കളഞ്ഞത്. ജമീല ടീച്ചർ ആദിലിന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾക്ക് ജീവിക്കാൻ പെൻഷനില്ലേ? ആ പണം കൊണ്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ പോയി നിന്നൂടെ? ഞങ്ങൾക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഉമ്മാന്റെ കാര്യങ്ങൾ കൂടി നോക്കാൻ പറ്റില്ല എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിലിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. താൻ അനുഭവിച്ച അപമാനത്തേക്കാൾ എത്രയോ വലുതാണ് ഈ അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവിടെ നിൽക്കാൻ പിന്നെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങി. കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പണം തീർന്നപ്പോൾ പിന്നെ തെരുവിലായി. ഓരോ രാത്രിയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണേ പടച്ചോനെ എന്ന്. പക്ഷേ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ക്ഷീണവും സങ്കടവും അവരെ പൂർണ്ണമായി തളർത്തിയിരുന്നു. അവർ പതിയെ ആ കിടക്കയിലേക്ക് ചാരി. വർഷങ്ങളായി ശരിക്കുറങ്ങാത്ത ആ കണ്ണുകൾ പതിയെ അടഞ്ഞു. ആദിൽ കുറേ നേരം കൂടി ആ മുറിയിലിരുന്നു. ഉറങ്ങുന്ന ജമീല ടീച്ചറുടെ മുഖത്തേക്ക് അവൻ നോക്കി. കാലം എത്ര വിചിത്രമായാണ് കണക്കുകൾ തീർക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, പ്രതീക്ഷയർപ്പിച്ച മകൻ അവരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ ഏറ്റവും കൂടുതൽ പരിഹസിച്ച, ഒന്നിനും കൊള്ളില്ലെന്ന് വിധിയെഴുതിയവൻ ഇന്നവർക്ക് അഭയമായിരിക്കുന്നു. അവന്റെ മനസ്സിലെ പ്രതികാരത്തിന്റെ കനലുകൾ പൂർണ്ണമായും അണഞ്ഞുപോയിരുന്നു. പകരം അവിടെ സഹതാപവും കാലത്തിന്റെ കളികളിലുള്ള അമ്പരപ്പും മാത്രം ബാക്കിയായി. അവൻ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് മുറിയുടെ വാതിൽ പതിയെ ചാരി. പുറത്ത് ഫാത്തിമ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടു. അവൾ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പടച്ചോൻ വലിയവനാണ്. ഓരോരുത്തർക്കും അർഹിക്കുന്നത് അവൻ ഓരോ വഴിക്കു കൊടുക്കും. ആദിലൊന്നും മിണ്ടിയില്ല. അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. നഗരത്തിലെ വെളിച്ചങ്ങൾക്ക് മീതെ ആകാശം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ ഒരു തീരുമാനത്തിന്റെ വെളിച്ചം വീണു തുടങ്ങുകയായിരുന്നു. പുലർച്ചെ ജനലിലൂടെ അരിച്ചെത്തിയ വെളിച്ചം കണ്ണിൽ തട്ടിയപ്പോഴാണ് ജമീല ടീച്ചർ ഉണർന്നത്. ഒരു നിമിഷം താനെവിടെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. മൃദുവായ മെത്ത, തണുപ്പ് നിയന്ത്രിച്ച മുറി, നേർത്ത സുഗന്ധം. പതിയെ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് ഒഴുകിയെത്തി. മഴ, ബസ് സ്റ്റോപ്പ്, ആദിലിന്റെ വരവ്, ഈ ആഡംബര ഫ്ലാറ്റ്. അവർ വേഗം എഴുന്നേറ്റിരുന്നു. ലജ്ജയും അപമാനവും അവരെ പൊതിഞ്ഞു. ആദിലിന്റെയും അവന്റെ ഭാര്യയുടെയും മുഖത്ത് എങ്ങനെ നോക്കും എന്ന ചിന്ത അവരെ അലട്ടി. അവർ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ വീട് നിശബ്ദമായിരുന്നു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ നേരിയ ശബ്ദം കേൾക്കാം. അവരങ്ങോട്ട് നടന്നപ്പോൾ ഫാത്തിമ പ്രഭാതഭക്ഷണം ഒരുക്കുകയായിരുന്നു. ജമീല ടീച്ചറെ കണ്ടതും അവൾ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ടീച്ചർ എഴുന്നേറ്റോ? നന്നായി ഉറങ്ങിയോ? ഉറങ്ങി മോളെ. ഒരുപാട് കാലത്തിനു ശേഷം അവരുടെ ശബ്ദമിടറി. ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മ. ഫാത്തിമ അവരുടെ കയ്യിൽ പിടിച്ചു. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതണം. ആദിലിന്റെ ടീച്ചറല്ലേ? അപ്പോൾ ഞങ്ങളുടെയും ഉമ്മയാണ്. ആ സമയത്താണ് ആദിലിന്റെ 6 വയസ്സുകാരൻ മകൻ റയാനും 4 വയസ്സുകാരി മകൾ ആയിഷയും ഉറക്കച്ചടവോടെ അങ്ങോട്ട് വന്നത്. അവർ അപരിചിതയായ സ്ത്രീയെ കൗതുകത്തോടെ നോക്കി. ഉമ്മ, ഇതാരാ നമ്മുടെ വീട്ടിൽ പുതിയ ഉമ്മൂമ്മ? റയാൻ നിഷ്കളങ്കമായി ചോദിച്ചു. ആ ചോദ്യം ജമീല ടീച്ചറുടെ ഹൃദയത്തിലാണ് തറച്ചത്. ഉമ്മൂമ്മ എന്ന ആ വിളി കേട്ടപ്പോൾ അവർക്ക് സ്വന്തം മകൻ റിസ്വാനെ ഓർമ്മ വന്നു. അവന്റെ മക്കൾക്ക് താനൊരു വേണ്ടാത്ത വസ്തുവായി മാറിയപ്പോൾ ഇവിടെ ഈ കൊച്ചുകുട്ടി തന്നെ എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. അവർക്ക് കരച്ചിലടക്കാനായില്ല.
ഫാത്തിമ കുട്ടികളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇത് നിങ്ങളുടെ വലിയുപ്പയുടെ ടീച്ചറായിരുന്നു. ഇനി നമ്മുടെ കൂടെയുണ്ടാകും. കുട്ടികൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചു. ആ കുഞ്ഞിക്കൈകളുടെ സ്പർശം ജമീല ടീച്ചർക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആദിൽ ഓഫീസിൽ പോകാൻ തയ്യാറായി. പോകുന്നതിന് മുൻപ് അവൻ ഫാത്തിമയോട് പറഞ്ഞു, ടീച്ചർ തൽക്കാലം നമ്മുടെ കൂടെ നിൽക്കട്ടെ. അവർക്ക് പോകാൻ വേറെ ഒരിടവുമില്ല. നമുക്ക് പിന്നീട് എന്തു വേണമെന്ന് തീരുമാനിക്കാം. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഫാത്തിമ അവന് ധൈര്യം നൽകി. ആദിൽ പോയ ശേഷം ജമീല ടീച്ചർക്ക് ആ വീട്ടിൽ വെറുതെയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ഫാത്തിമയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് ചെന്നു. മോളെ, ഞാനെന്തെങ്കിലും ചെയ്യണോ? ഒന്നും വേണ്ട ഉമ്മ, നിങ്ങൾ വിശ്രമിച്ചാൽ മതി. ഫാത്തിമ സ്നേഹത്തോടെ അവരെ തടഞ്ഞു. പക്ഷേ വെറുതെയിരിക്കുന്നത് അവർക്ക് ഒരു ഭാരമായിരുന്നു. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നതുപോലെ. അവർ ഹാളിൽ വന്നിരുന്നു. അപ്പോഴാണ് റയാൻ അവന്റെ ഹോംവർക്ക് ബുക്കുമായി വന്ന് ഫാത്തിമയോട് സംശയം ചോദിക്കുന്നത് കണ്ടത്. ഫാത്തിമയ്ക്ക് അത് പറഞ്ഞുകൊടുക്കാൻ അല്പം പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ജമീല ടീച്ചർ പതിയെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോനെ സംശയം? ഉമ്മുമ്മ നോക്കട്ടെ. അവർ അവന്റെ ബുക്ക് വാങ്ങി. കണക്കിലെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു അത്. വർഷങ്ങളായി ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ആ അറിവ് അവരുടെ സിരകളിലുണ്ടായിരുന്നു. അവർ വളരെ ലളിതമായി അവനത് വിശദീകരിച്ചു കൊടുത്തു. റയാന് പെട്ടെന്ന് മനസ്സിലായി. അവൻ സന്തോഷത്തോടെ അവരുടെ കവിളിൽ ഒരുമ കൊടുത്തു. താങ്ക് യു ഉമ്മൂമ്മ. ആ നിമിഷം ജമീല ടീച്ചറുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി. താൻ ഒന്നിനും കൊള്ളാത്തവളല്ല, തനിക്കിപ്പോഴും ഈ ലോകത്തൊരു സ്ഥാനമുണ്ട് എന്നൊരു തോന്നൽ ആദ്യമായി അവരുടെ മനസ്സിലുദിച്ചു. അതൊരു പ്രായശ്ചിത്തത്തിന്റെ ആദ്യ പടിയായിരുന്നു. വൈകുന്നേരം ആദിൽ തിരിച്ചെത്തിയപ്പോൾ ഫാത്തിമ ഈ സംഭവം പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദിലിനും സന്തോഷമായി. ടീച്ചർ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ആദിൽ തന്റെ ലാപ്ടോപ്പ് തുറന്നു. അവന്റെ മനസ്സിൽ ഒരു തീരുമാനം രൂപപ്പെട്ടിരുന്നു. ജമീല ടീച്ചർക്ക് നീതി കിട്ടണം. അതിന് റിസ്വാനോട് സംസാരിച്ചേ മതിയാകൂ. പ്രതികാരം ചെയ്യാനല്ല, ഒരു മകൻ എന്ന നിലയിൽ അവന്റെ കടമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ. അവൻ തന്റെ പഴയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും തിരയാൻ തുടങ്ങി. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ദുബായിലെ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് അവൻ ആ പേര് കണ്ടെത്തി. റിസ്വാൻ അഹമ്മദ്, പ്രോജക്ട് മാനേജർ. കൂടെ അവന്റെ ഒരു ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. ആദിൽ ആ നമ്പർ തന്റെ ഫോണിലേക്ക് പകർത്തി. അവന്റെ വിരലുകൾ കോൾ ബട്ടണിലേക്ക് നീണ്ടു. പക്ഷേ അവൻ മടിച്ചു. എന്തു പറയണം? എങ്ങനെ തുടങ്ങണം? നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ ഉമ്മ എന്റെ കൂടെയുണ്ട് എന്നോ? അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ആ ഒരു ഫോൺ കോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചേക്കാം. ഒരുപക്ഷേ അതൊരു പുതിയ കൊടുങ്കാറ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ ദീർഘമായി നിശ്വസിച്ച് ആ നമ്പറിലേക്ക് നോക്കിയിരുന്നു. വിളിക്കണോ വേണ്ടയോ എന്ന സംഘർഷത്തിൽ അവന്റെ രാത്രിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. കുറേ നേരത്തെ ആത്മസംഘർഷത്തിനൊടുവിൽ ആദിൽ ആ തീരുമാനമെടുത്തു. വിളിക്കുക തന്നെ. ജമീല ടീച്ചർക്ക് വേണ്ടി മാത്രമല്ല, ഒരു കാലത്ത് അപമാനിക്കപ്പെട്ട ആ പഴയ പയ്യന് വേണ്ടിക്കൂടിയാണ് ഈ വിളി. അവൻ ഫോണെടുത്ത് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഓരോ റിങ്ങിനും യുഗങ്ങളുടെ ദൈർഘ്യമുള്ളതുപോലെ അവന് തോന്നി. ഹലോ. മറുതലയ്ക്കൽ ഗാംഭീര്യമുള്ള എന്നാൽ അല്പം അക്ഷമ നിറഞ്ഞ ഒരു പുരുഷ ശബ്ദം. ഹലോ, ഇത് റിസ്വാൻ അഹമ്മദ് അല്ലേ? ആദിൽ ചോദിച്ചു. അതെ, സംസാരിക്കുന്നു. ആരാണ്? എന്റെ പേര് ആദിൽ. നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്, 9ാം ക്ലാസ്സിൽ. ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. ആദിൽ, ഇല്ല, ഓർക്കുന്നില്ല. എന്താണിപ്പോൾ ഇത്ര രാത്രിയിൽ വിളിച്ചത്? ശബ്ദത്തിൽ നീരസം വ്യക്തമായിരുന്നു. ആദിൽ ദീർഘമായി ശ്വാസമെടുത്തു പറഞ്ഞു. ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഞാൻ ഇന്നലെ രാത്രി ഒരാളെ കണ്ടു. നിങ്ങളുടെ ഉമ്മയെ, ജമീല ടീച്ചറെ. ആ വാക്കുകൾക്കിടയിലെ നിശബ്ദതയ്ക്ക് ഭാരമേറെയായിരുന്നു. റിസ്വാന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം ഒരു നിമിഷത്തേക്ക് കുറഞ്ഞു. എന്റെ ഉമ്മയോ? എവിടെ വെച്ച്? നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പിൽ, മഴ നനഞ്ഞ് തണുത്തു വിറച്ചിരിക്കുന്ന അവസ്ഥയിൽ. ആദിൽ ശാന്തമായി, എന്നാൽ വാക്കുകൾക്ക് മൂർച്ച കൂട്ടി പറഞ്ഞു. ഓ, അത്. റിസ്വാന്റെ ശബ്ദം വീണ്ടും തണുത്തു. അതിലൊരു തരം പ്രതിരോധമുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യമാണ്.
നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഉമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് നടക്കാനിഷ്ടമാണ്. ആ മറുപടി കേട്ടപ്പോൾ ആദിലിന്റെ ഉള്ളിൽ കോപം ആളിക്കത്തി. ഒറ്റയ്ക്ക് നടക്കാനിഷ്ടമോ? റിസ്വാൻ, സ്വന്തം മക്കൾ ആട്ടിപ്പുറത്താക്കിയ ഒരു സ്ത്രീ പോകാനിടമില്ലാതെ തെരുവിൽ അലയുന്നതിനെയാണോ നിങ്ങൾ ഇഷ്ടമെന്ന് പറയുന്നത്? ഒരു മകനും സ്വന്തം ഉമ്മയെ ആട്ടിപ്പുറത്താക്കരുത്. ടീച്ചർ അനുഭവിച്ച വേദനയുടെ ഒരംശം പോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. മിസ്റ്റർ ആദിൽ, റിസ്വാന്റെ ശബ്ദമുയർന്നു. നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? കുറച്ച് പണമുണ്ടാക്കിയെന്ന് വെച്ച് ആരെയും ഉപദേശിക്കാൻ നടക്കാമെന്നോ? എന്റെ ഉമ്മയെ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾക്കിടയിൽ മുൻപ് സ്കൂളിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പ്രതികാരം വീട്ടാനുള്ള അവസരമായി ഇതിനെ കാണരുത്. പ്രതികാരമോ? ആദിൽ ചിരിച്ചു. ആ ചിരിയിൽ വേദനയും പുച്ഛവും കലർന്നിരുന്നു. എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ടീച്ചറെ ഞാൻ കണ്ട അതേ ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിച്ചു പോരുമായിരുന്നു. നിങ്ങളുടെ ഉമ്മ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, സുരക്ഷിതയാണ്. പക്ഷേ ഒരു മകനെന്ന നിലയിൽ നിങ്ങൾ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ്. ടീച്ചർ അവരുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്കായി മാറ്റിവെച്ചത് ഇതിനായിരുന്നില്ല. നിങ്ങൾ എന്നെ ധാർമ്മികത പഠിപ്പിക്കാൻ വരേണ്ട. എന്റെ സൗകര്യം പോലെ ഞാൻ വന്ന് ഉമ്മയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. അതുവരെ അവിടെ നിന്നോട്ടെ. ഒരു സഹായം ചെയ്ത സ്ഥിതിക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമല്ലോ. റിസ്വാന്റെ വാക്കുകളിൽ ധാർഷ്ട്യം നിറഞ്ഞിരുന്നു. അതോടെ ആദിലിന്റെ സഹനശക്തി നശിച്ചു. ഇനി നിങ്ങൾ വരേണ്ടതില്ല റിസ്വാൻ. നിങ്ങളുടെ ഉമ്മയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. പക്ഷേ ഒന്നോർത്തോ, ടീച്ചറുടെ പേരിലുണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റ് ആ പണം മുഴുവൻ വാങ്ങിയെടുത്തത് എന്തിനാണെന്ന് എനിക്കറിയാം. അതൊരു വഞ്ചനയാണ്. ഒരു മകൻ എന്ന നിലയിൽ നിങ്ങളുടെ കടമ നിറവേറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഈ ചതിക്ക് നിയമപരമായി തന്നെ ഞാൻ നിങ്ങളെ നേരിടും. ഒരു നല്ല വക്കീലിനെ കണ്ടുവച്ചോളൂ. മറുതലയ്ക്കൽ പൂർണ്ണ നിശബ്ദത. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന ഭീഷണി റിസ്വാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഹലോ ഹലോ. ആദിൽ ഫോൺ കട്ട് ചെയ്തു. അവന്റെ ശരീരം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കസേരയിലേക്ക് തളർന്നിരുന്നു. ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഈ യുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിക്കില്ല. ദുബായിലെ ആഡംബര ഫ്ളാറ്റിലിരുന്ന് റിസ്വാൻ ഫോണിലേക്ക് നോക്കി സ്തബ്ധനായിരുന്നു. ആദിൽ. ആ പേര് അവന്റെ ഓർമ്മയുടെ കോണിലെവിടെയോ പൊടിപിടിച്ചു കിടക്കുന്നു. അവനിപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനായിരിക്കുന്നു. അവൻ നിയമ നടപടിയെക്കുറിച്ച് സംസാരിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് റിസ്വാൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അവന്റെ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. റിസ്വാനുമായുള്ള സംഭാഷണം ആദിലിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റു തന്നെ സൃഷ്ടിച്ചു. എങ്കിലും അവൻ ശാന്തനായി കാണപ്പെടാൻ ശ്രമിച്ചു. ജമീല ടീച്ചറെ ഈ വിവരങ്ങൾ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. ഇത് താനും റിസ്വാനും തമ്മിലുള്ള ഒരു കണക്ക് തീർക്കലാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾ ആ ഫ്ളാറ്റിൽ സമാധാനപരമായി കടന്നുപോയി. ജമീല ടീച്ചർ പതിയെ ആ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു. അവരുടെ മുഖത്തെ ഭയവും അപമാനവും പതിയെ മാഞ്ഞു തുടങ്ങി. പകരം അവിടെ ഒരുതരം ശാന്തതയും സ്നേഹവും നിറഞ്ഞു. ഫാത്തിമ അവരെ സ്വന്തം ഉമ്മയെപ്പോലെയാണ് കരുതിയത്. അവരുടെ ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണത്തിലും പ്രത്യേകം ശ്രദ്ധിച്ചു. ടീച്ചറുടെ ലോകം ഇപ്പോൾ റയാനും ആയിഷയുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളെയും കാത്ത് അവർ വാതിൽപ്പടിയിലിരിക്കും. അവരുടെ പഠനകാര്യങ്ങളിൽ സഹായിക്കുന്നത് അവർക്കൊരു പുതിയ ഊർജം നൽകി. ഗണിതത്തിലെ സങ്കീർണമായ വഴികൾ ലളിതമായി പറഞ്ഞുകൊടുക്കുമ്പോഴും മലയാളത്തിലെ കവിതകൾ ഈണത്തിൽ ചൊല്ലിക്കൊടുക്കുമ്പോഴും അവരുടെ കണ്ണുകൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിളങ്ങി. താൻ ഇനിയും ആർക്കോ വേണ്ടപ്പെട്ടവളാണ് എന്ന തിരിച്ചറിവ് അവർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ഒരു ദിവസം ഫാത്തിമയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജമീല ടീച്ചർ അടുക്കളയിൽ കയറി. മോളെ, ഞാനിന്നൊരു വിഭവമുണ്ടാക്കാം, പത്തിരിയും കോഴിക്കറിയും. റിസ്വാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു അത്. ആദ്യമായി അവർ മകനെക്കുറിച്ച് വേദനയോടെയല്ലാതെ നേർത്തൊരു ഗൃഹാതുരത്വത്തോടെ സംസാരിക്കുന്നത് കേട്ട് ഫാത്തിമയ്ക്ക് സന്തോഷമായി. അവർ ഒരുമിച്ച് പാചകം ചെയ്തു. ഓരോ ചേരുവ ചേർക്കുമ്പോഴും ടീച്ചർ പഴയ ഓരോ കഥകൾ പറഞ്ഞു. റിസ്വാന്റെ കുട്ടിക്കാലം, അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ വാശികൾ. ആ ഓർമ്മകൾക്കിപ്പോൾ പ്രതികാരത്തിന്റെ കയ്പില്ലായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആദിൽ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കി. അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്കു ശേഷം ആദ്യമായി കാണുന്ന ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി. ആ പുഞ്ചിരിക്കു മുന്നിൽ റിസ്വാൻ എന്ന ധാർഷ്ട്യക്കാരൻ എത്രയോ ചെറുതാണെന്ന് അവന് തോന്നി. ടീച്ചർക്കു വേണ്ടത് പണമോ സൗകര്യങ്ങളോ അല്ല, സ്നേഹവും പരിഗണനയുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
അത് നൽകാൻ തന്റെ കുടുംബത്തിന് കഴിയുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവന്റെ മനസ്സും നിറഞ്ഞു. റിസ്വാനുമായുള്ള യുദ്ധം എന്തുതന്നെയായാലും ടീച്ചറുടെ ഈ പുഞ്ചിരി മായാതെ സൂക്ഷിക്കണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. അതേസമയം ആദിലറിയാതെ മറ്റൊരു കൊടുങ്കാറ്റിനുള്ള വിത്തുകൾ ദുബായിൽ മുളയ്ക്കുകയായിരുന്നു. ആദിലിന്റെ ഫോൺ കോൾ റിസ്വാന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചിരുന്നു. നിയമ നടപടി എന്ന ഭീഷണി അവന്റെ ഉറക്കം കെടുത്തി. ഉമ്മയെ ഉപേക്ഷിച്ച മകൻ എന്ന ചീത്തപ്പേര് സമൂഹത്തിൽ തന്റെ വിലയിടിക്കുമെന്ന് അവൻ ഭയന്നു. അവന്റെ ഭാര്യയും അവനെ നിർബന്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ ജീവിതം തകർക്കും. ആദിൽ എന്നൊരാൾ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണ്. അവളുടെ സമ്മർദ്ദവും നിയമ നടപടിയെക്കുറിച്ചുള്ള ഭയവും അവനെ ഒരു തീരുമാനത്തിലെത്തിച്ചു. അവൻ അടുത്ത ഫ്ലൈറ്റിന് തന്നെ കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്തു. ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ആദിലിന്റെ ഫ്ളാറ്റിലെ കോളിംഗ് ബെൽ മുഴങ്ങി. ഫാത്തിമയാണ് പോയി വാതിൽ തുറന്നത്. മുന്നിൽ അപരിചിതനായ ഒരാൾ. ആരാ? ഞാൻ റിസ്വാൻ. ആദിലിനെ ഒന്ന് കാണണമായിരുന്നു. ആ പേര് കേട്ടതും ഫാത്തിമയുടെ മുഖം മാറി. അവൾ അകത്തേക്ക് നോക്കി ആദിലിനെ വിളിച്ചു. ആദിൽ ഹാളിലേക്ക് വരുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന റിസ്വാനെ കണ്ടു. ഫോണിൽ സംസാരിച്ചതിന്റെ ധാർഷ്ട്യമൊന്നും ആ മുഖത്തില്ലായിരുന്നു. പകരം ക്ഷീണവും അങ്കലാപ്പുമായിരുന്നു നിഴലിച്ചിരുന്നത്. ഹാളിലിരുന്ന കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്ന ജമീല ടീച്ചർ ശബ്ദം കേട്ട് എഴുന്നേറ്റു വന്നു. വാതിൽക്കൽ നിൽക്കുന്ന മകനെ കണ്ടതും ഒരു നിമിഷം അവർ സ്തബ്ധയായി നിന്നുപോയി. അവരുടെ കൈകൾ വിറച്ചു. മോനെ, റിസ്വാൻ. അവരുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. റിസ്വാൻ വേഗം അകത്തേക്ക് കയറി അവരുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, ഞാൻ വന്നുമ്മ. ഉമ്മയെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. അവൻ അവരുടെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചു. എന്നാൽ ടീച്ചർ അവനെ തടഞ്ഞു. അവരുടെ മുഖത്ത് സ്നേഹമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളുടെ അനുഭവങ്ങൾ നൽകിയ ഒരുതരം നിർവികാരതയായിരുന്നു. എന്തിനാ മോനെ നീ ഇപ്പോൾ വന്നത്? നിനക്ക് ശല്യമാകുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ ഉപേക്ഷിച്ചത്? അതൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞുപോയതല്ലേ അമ്മ. ഉമ്മയില്ലാതെ എനിക്ക് പറ്റില്ല. നമുക്ക് ദുബായിലേക്ക് പോകാം, അവിടെ സുഖമായി ജീവിക്കാം. വരൂ ഉമ്മ. അവൻ അവരുടെ കയ്യിൽ പിടിച്ചു. ആദിലും ഫാത്തിമയും ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു. ഇത് അമ്മയും മകനും തമ്മിലുള്ള നിമിഷമാണ്. തീരുമാനമെടുക്കേണ്ടത് ടീച്ചറാണ്. ജമീല ടീച്ചർ ഒരു നിമിഷം കണ്ണുകളടച്ചു. അവരുടെ മനസ്സിൽ രണ്ട് ചിത്രങ്ങൾ തെളിഞ്ഞുവന്നു. ഒന്ന്, മഴയത്ത് തണുത്തു വിറച്ച് ബസ് സ്റ്റോപ്പിലിരുന്ന നിസ്സഹായയായ താൻ. രണ്ട്, കൊച്ചുമക്കളുടെ സ്നേഹത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആത്മവിശ്വാസം വീണ്ടെടുത്ത പുതിയ താൻ. അവർ കണ്ണുകൾ തുറന്നു. അവരുടെ നോട്ടം ആദ്യം റിസ്വാന്റെ മുഖത്തേക്കും പിന്നെ ആദിലിന്റെ മുഖത്തേക്കും നീണ്ടു. ആ നോട്ടത്തിലുണ്ടായിരുന്ന അർത്ഥം എന്തായിരുന്നു? ഉപേക്ഷിച്ചുപോയ മകന്റെ കൂടെ അവർ മടങ്ങിപ്പോകുമോ? അതോ തന്നെ രക്ഷിച്ച, സ്നേഹം നൽകിയ വിദ്യാർത്ഥിയുടെ കൂടെ നിൽക്കുമോ? ആ ഫ്ളാറ്റിലെ നിശബ്ദതയിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ തീരുമാനത്തിനായി എല്ലാവരും കാതോർത്തുനിന്നു. ഹാളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ജമീല ടീച്ചർ പതിയെ സംസാരിച്ചു തുടങ്ങി. അവരുടെ ശബ്ദത്തിന് ഇപ്പോൾ വിറയലുണ്ടായിരുന്നില്ല, മറിച്ച് വർഷങ്ങളുടെ അനുഭവങ്ങൾ നൽകിയ ഒരുതരം സ്ഥൈര്യമുണ്ടായിരുന്നു. മോനെ റിസ്വാനെ, അവർ ശാന്തമായി അവനെ നോക്കി. നീ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിനക്ക് തെറ്റു മനസ്സിലായല്ലോ, അതുമതി എനിക്ക്. ഒരു ഉമ്മയ്ക്ക് മകനോട് ക്ഷമിക്കാൻ ഒരു നിമിഷം മതി. ഞാൻ നിന്നോടെന്നേ ക്ഷമിച്ചു കഴിഞ്ഞു. റിസ്വാന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു. അവൻ അവരുടെ കയ്യിൽ ഒന്നുകൂടി പിടിച്ചു. അപ്പോൾ നമുക്ക് പോകാവുമ്മ. ഞാൻ എല്ലാം തയ്യാറാക്കിയാണ് വന്നത്. പക്ഷേ ജമീല ടീച്ചർ അവന്റെ കയ്യിൽ നിന്ന് മൃദുവായി തന്റെ കൈ പിൻവലിച്ചു. ഇല്ല മോനെ, അവർ പറഞ്ഞു, ഞാൻ വരുന്നില്ല. ആ വാക്ക് ഒരു ഇടുത്തി പോലെയാണ് റിസ്വാന്റെ കാതുകളിൽ പതിച്ചത്. അവൻ ഞെട്ടിത്തെറിച്ച് ഉമ്മയെ നോക്കി. എന്താ ഉമ്മ പറഞ്ഞത്? വരുന്നില്ലെന്നോ? എന്തുകൊണ്ട്? ഇവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? അവന്റെ വിരൽ ആദിലിന് നേരെ നീണ്ടു. അവനെ ഒന്നും പറയരുത്. ടീച്ചറുടെ ശബ്ദം കനത്തു. എന്നെ തെരുവിൽ നിന്ന് രക്ഷിച്ചവനാണവൻ, എനിക്ക് അഭയം തന്നവൻ. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് അവന്റെ ഔദാര്യത്തിലല്ല. എനിക്കിപ്പോൾ ഇവിടെ ഒരു സ്ഥാനമുണ്ട്. ഈ വീട്ടിലെ ഒരംഗമാണ് ഞാൻ. അവർ ഫാത്തിമയെയും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും സ്നേഹത്തോടെ നോക്കി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു എന്നറിയാമോ? ഒരു ടീച്ചറായി കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇവിടെ ഈ മക്കളെ പഠിപ്പിക്കുമ്പോൾ, അവരോടൊപ്പം ചിരിക്കുമ്പോൾ
എനിക്ക് എൻ്റെ ജീവിതം തിരികെ കിട്ടിയതുപോലെയാണ്. എന്നെ ഒരു ഭാരമായി കാണാത്തവരുടെ കൂടെ, എൻ്റെ വാക്കിന് വിലയുള്ളവരുടെ കൂടെയാണ് എൻ്റെ സന്തോഷം. അത് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അവർ റിസ്വാന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. നീ എന്നെ സ്നേഹത്തോടെ കൊണ്ടുപോയാലും നിന്റെ ഭാര്യയുടെ കണ്ണിൽ ഞാനൊരു അധികപ്പറ്റായിരിക്കും. അവളുടെ ലോകത്ത് എനിക്കൊരു സ്ഥാനമുണ്ടാകില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഈ വീടിൻ്റെ ഐശ്വര്യമാണ്. റിസ്വാന്റെ മുഖം അപമാനത്താൽ ചുവന്നു. അവൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇത്. താൻ വിളിച്ചാൽ ഓടിവരുമെന്ന് കരുതിയ ഉമ്മ തന്നെക്കാൾ വിലകൽപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് താൻ പുച്ഛിച്ചു തള്ളിയ ഒരു സഹപാഠിയെയാണ്. അപ്പോൾ അതാണ് കാര്യം. അവൻ പല്ലിറുമ്മി. ഇവന്റെ പണവും സൗകര്യങ്ങളും കണ്ടപ്പോൾ ഉമ്മ എന്നെ മറന്നു അല്ലേ? എന്നെക്കാൾ വലുതായോ ഉമ്മാക്കിവൻ? അവന്റെ പണമല്ല മോനെ ഞാൻ കണ്ടത്. ജമീല ടീച്ചറുടെ ശബ്ദം ഇടറി. അവന്റെ മനസ്സാണ്. വിശന്നിരുന്ന ഒരു കുട്ടിയുടെ വേദന മനസ്സിലാക്കാൻ അന്നെനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ തെരുവിൽ നിസ്സഹായയായി നിന്ന ഒരു സ്ത്രീയുടെ വേദന മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞു. അതാണ് മനുഷ്യത്വം. അതാണ് യഥാർത്ഥ സമ്പത്ത്. റിസ്വാൻ ഒന്നും മിണ്ടാനാവാതെ നിന്നു. എല്ലാ വാദങ്ങളും തോറ്റ ഒരുവനെപ്പോലെ. അവൻ അവസാനമായി അമ്മയെയും പിന്നെ വെറുപ്പോടെ ആദിലിനെയും നോക്കി. ശരി, ഉമ്മാക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാകട്ടെ. പക്ഷേ ഓർത്തോ, ഇതിന് നിങ്ങളെല്ലാം അനുഭവിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ ആ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയ വഴിയെ നോക്കി ജമീല ടീച്ചർ തളർന്നിരുന്നു. ആദിൽ അവരുടെ തോളിൽ കൈവച്ചു. ടീച്ചർ വിഷമിക്കേണ്ട. ടീച്ചറുടെ തീരുമാനം ശരിയാണ്. ജമീല ടീച്ചർ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ നന്ദിയുണ്ടായിരുന്നു. കൊടുങ്കാറ്റൊഴിഞ്ഞുപോയ ഒരു ആകാശത്തിന്റെ ശാന്തത ആ വീട്ടിൽ പരന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് അധികം ആയുസ്സുണ്ടാകില്ലെന്ന് ആദിലിന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. റിസ്വാൻ പോയതിനു ശേഷമുള്ള ദിവസങ്ങളിൽ ജമീല ടീച്ചർ കൂടുതൽ ഊർജ്ജസ്വലയായി. മനസ്സിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെ. എങ്കിലും മകനെക്കുറിച്ചുള്ള ഒരു നേർത്ത വേദന ഉള്ളിൻ്റെയുള്ളിൽ അവശേഷിച്ചിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ടീച്ചറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവരുടെ മൂത്ത മകളായിരുന്നു അത്. റിസ്വാൻ അവളെ വിളിച്ച് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് പറഞ്ഞിരുന്നു. ഉമ്മ, നിങ്ങൾ എന്താണീ കാണിക്കുന്നത്? ആദിൽ എന്നൊരുത്തൻ്റെ കൂടെ താമസിക്കാൻ മാത്രം നിങ്ങൾ തരം താഴ്ന്നു പോയോ? റിസ്വാൻ എത്ര വിഷമിച്ചെന്നറിയാമോ? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെയൊക്കെ തല താഴ്ന്നു, അവൾ കുറ്റപ്പെടുത്തി. ജമീല ടീച്ചർ ശാന്തമായി എല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ ആങ്ങളയോട് ചോദിക്ക്, സ്വന്തം ഉമ്മയെ തെരുവിൽ ഉപേക്ഷിച്ചപ്പോൾ അവന്റെ തല എവിടെയായിരുന്നു എന്ന്. എന്നെ അന്വേഷിച്ചു വരാതിരുന്നപ്പോൾ നിങ്ങളുടെയൊന്നും തല താഴ്ന്നില്ലേ? എനിക്ക് അഭയം തന്നവരാണ് എൻ്റെ മക്കൾ. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അവർ ഫോൺ വെച്ചു. ആദ്യമായി സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവർ പഠിച്ചിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ജമീല ടീച്ചർക്ക് ഉറക്കം വന്നില്ല. അവർ പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന ആദിലിന്റെ അടുത്തേക്ക് ചെന്നു. മോനെ, ഉറങ്ങിയില്ലേ? ഇല്ല ടീച്ചറെ, ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ടീച്ചർ പറഞ്ഞു, ആദിൽ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വർഷങ്ങളായി എൻ്റെ മനസ്സിലൊരു ഭാരമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ആദിൽ ചോദ്യഭാവത്തിൽ അവരെ നോക്കി. അന്ന് നിന്റെ റിപ്പോർട്ട് കാർഡ് തന്ന ദിവസം നിന്റെ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ ഒരുപാട് അപമാനിച്ചു. വിശന്നിരിക്കുന്ന ഒരു കുട്ടിയോടാണ് ഞാനത് ചെയ്തത്. ഒരു അധ്യാപിക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു അത്. എന്റെ അഹങ്കാരവും മകനിലുള്ള അമിതമായ പ്രതീക്ഷയുമാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. പടച്ചോൻ എനിക്കതിൻ്റെ ശിക്ഷ പല രീതിയിൽ തന്നു. പക്ഷേ എനിക്ക് മാപ്പ് തന്നത് നീയാണ്. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നോട് ക്ഷമിക്കണം മോനെ. ആദിലിന്റെ ഹൃദയം ആ വാക്കുകളിൽ അലിഞ്ഞു. അവന്റെ കണ്ണുകളും ഈറനണിഞ്ഞു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നത് അവൻ അറിഞ്ഞു. അവൻ അവരുടെ കൈകളിൽ പിടിച്ചു. ടീച്ചറെ, അതൊക്കെ ഞാൻ എന്നോ മറന്നു. സത്യം പറഞ്ഞാൽ ടീച്ചർ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാകാം എനിക്ക് വാശിയുണ്ടായത്. എന്തെങ്കിലും ആയിത്തീരണമെന്ന് ഞാൻ ഉറപ്പിച്ചത് അന്നാണ്. ഒരു തരത്തിൽ എൻ്റെ ഈ വിജയത്തിന് കാരണക്കാരി ടീച്ചർ കൂടിയാണ്. ടീച്ചർ എന്നോട് മാപ്പ് ചോദിക്കരുത്. ടീച്ചറുടെ സാന്നിധ്യം തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരനുഗ്രഹമാണ്. ആ വാക്കുകൾ ജമീല ടീച്ചർക്ക് നൽകിയ ആശ്വാസം വളരെ വലുതായിരുന്നു. അവർ പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ ഭംഗിയുമുണ്ടായിരുന്നു. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും
പ്രായശ്ചിത്തത്തിൻ്റെയും വെളിച്ചമുണ്ടായിരുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളിൽ നിന്നും സ്നേഹത്താൽ ഉണങ്ങാത്ത വേദനകളിൽ നിന്നും അവർ രണ്ടുപേരും ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. അപമാനിതനായി ആ ഫ്ളാറ്റിൽ നിന്നിറങ്ങിപ്പോയ റിസ്വാന്റെ മനസ്സിൽ പക എരിയുകയായിരുന്നു. ഉമ്മയുടെ തിരസ്കാരം അവനേൽപ്പിച്ച മുറിവ് ചെറുതായിരുന്നില്ല. അതിലുപരി ആദിലിന്റെ മുന്നിൽ താൻ ചെറുതായിപ്പോയി എന്ന ചിന്ത അവനെ ഭ്രാന്തു പിടിപ്പിച്ചു. നിയമപരമായി ആദിലിനെതിരെ നീങ്ങാൻ കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. കാരണം ഉമ്മയുടെ സ്വത്ത് താൻ കൈക്കലാക്കിയത് അവരുടെ പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു. ആദിലിന്റെ ഭീഷണി വെറും പൊള്ളയായിരുന്നുവെങ്കിലും കാര്യങ്ങൾ കോടതിയിലെത്തിയാൽ തന്റെ ഭാഗം ദുർബലമാണെന്ന് അവന് തോന്നി. അതുകൊണ്ട് അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു: ആദിലിന്റെ സൽപ്പേരിനെ ആക്രമിക്കുക. ഇന്നത്തെ ലോകത്ത് ഒരാളെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആയുധം സോഷ്യൽ മീഡിയയാണെന്ന് അവനറിയാമായിരുന്നു. ദുബായിൽ തിരിച്ചെത്തിയ ഉടൻ അവൻ തന്റെ പദ്ധതി നടപ്പിലാക്കി. അവൻ ഫേസ്ബുക്കിൽ ഹൃദയഭേദകമായ ഒരു കുറിപ്പിട്ടു. ഉമ്മയോടൊപ്പമുള്ള പഴയൊരു ഫോട്ടോയും അതിനൊപ്പം ചേർത്തു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ജമീല ടീച്ചർ, ഓർമ്മക്കുറവും ചെറിയ മാനസികാസ്വാസ്ഥ്യവുമുള്ള എന്റെ ഉമ്മയെ കുറച്ചു ദിവസങ്ങളായി കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി എന്നവകാശപ്പെട്ടു വന്ന ഒരാൾ ഞങ്ങളുടെ കുടുംബസ്വത്ത് തട്ടിയെടുക്കാനായി ഉമ്മയെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഇയാളിൽ നിന്ന് എന്റെ ഉമ്മയെ രക്ഷിക്കാൻ എല്ലാവരുടെയും സഹായം വേണം. സ്വന്തം മകനായ എന്നെപ്പോലും ഉമ്മയെ കാണാൻ അയാൾ സമ്മതിക്കുന്നില്ല. ദയവായി ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ആ പോസ്റ്റ് കാട്ടുതീ പോലെ പടർന്നു. റിസ്വാന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അത് ഏറ്റെടുത്തു. അവരുടെയെല്ലാം കണ്ണിൽ ആദിൽ ഒരു വില്ലനായി. ജമീല ടീച്ചറെ അറിയുന്ന നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഈ വാർത്തയറിഞ്ഞ് ഞെട്ടി. പലരും കഥകൾക്ക് പുതിയ നിറങ്ങൾ നൽകി. ആദിലിന് പണ്ടേ ടീച്ചറോട് ദേഷ്യമായിരുന്നു. അതിന്റെ പ്രതികാരം വീട്ടുന്നതാണ്. ടീച്ചറുടെ പെൻഷൻ പണം തട്ടിയെടുക്കാനാണ് ഈ നാടകം. പണം കണ്ടപ്പോൾ ആദിലിന്റെ തനിനിറം പുറത്തുവന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ആദിലിനെതിരെയുള്ള ചർച്ചകൾ സജീവമായി. അവന്റെ ബിസിനസ് പങ്കാളികൾക്കും സുഹൃത്തുക്കൾക്കും സംശയത്തോടെയുള്ള സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങി. ആദിലിന്റെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ പ്രവഹിച്ചു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവൻ മടുത്തു. റിസ്വാൻ ഒരുക്കിയ ചതിയുടെ ആഴം അവൻ തിരിച്ചറിയുകയായിരുന്നു. അവൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകുകയാണോ എന്ന് ഒരു നിമിഷം അവൻ ഭയന്നു. പുറത്തെ കൊടുങ്കാറ്ററിയാതെ ഫ്ളാറ്റിനുള്ളിൽ ജമീല ടീച്ചർ തന്റെ കൊച്ചുമക്കളോടൊപ്പം സന്തോഷത്തിന്റെ ഒരു കൊച്ചുലോകം പണിയുകയായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സില്ലെന്ന് ആദിലിന്റെയും ഫാത്തിമയുടെയും മുഖത്തെ അസ്വസ്ഥത വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പുറത്തു നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ ജമീല ടീച്ചറിൽ നിന്ന് മറച്ചുപിടിക്കാൻ ആദിലും ഫാത്തിമയും ശ്രമിച്ചെങ്കിലും അത് അധികനാൾ നീണ്ടുനിന്നില്ല. ഫാത്തിമയുടെ ഒരു ബന്ധു വിളിച്ചാണ് ടീച്ചർ ആദ്യമായി കാര്യങ്ങൾ അറിയുന്നത്. താൻ കാരണം ആദിലിനും അവന്റെ കുടുംബത്തിനും ഇങ്ങനെയൊരു ദുഷ്പേര് കേൾക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് അവർ തകർന്നുപോയി. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ കാരണമാണ് മോനെ നിനക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. അവർ ആദിലിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ഞാനിവിടെ നിന്ന് പോയിക്കോളാം, എങ്ങോട്ടെങ്കിലും. ആദിൽ അവരെ ചേർത്തുപിടിച്ചു. ടീച്ചർ എങ്ങോട്ടും പോകുന്നില്ല. ഇത് ടീച്ചറുടെ തെറ്റല്ല, റിസ്വാന്റെ തരംതാണ കളിയാണ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് നേരിടും. ഒളിച്ചോടുന്നത് തോൽവിക്ക് തുല്യമാണ്. നമ്മൾ സത്യമെന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയും. അന്ന് രാത്രി ആദിൽ തന്റെ അഭിഭാഷകനുമായി സംസാരിച്ചു. റിസ്വാനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്ന് അയാൾ ഉപദേശിച്ചു. പക്ഷേ അതിനേക്കാൾ നല്ലത് പൊതുസമൂഹത്തിന് മുന്നിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നതാണെന്ന് ആദിലിന് തോന്നി. അവൻ ജമീല ടീച്ചറുടെ മുറിയിലേക്ക് ചെന്നു. അവർ അപ്പോഴും കരച്ചിലിന്റെ വക്കിലായിരുന്നു. ടീച്ചറെ, അവൻ സൗമ്യമായി വിളിച്ചു. എനിക്കൊരു സഹായം വേണം. റിസ്വാൻ കളിക്കുന്നത് കള്ളങ്ങളുടെ കളിയാണ്. അതിനെ തോൽപ്പിക്കാൻ സത്യം കൊണ്ട് മാത്രമേ കഴിയൂ. ടീച്ചർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഒരു മറയുമില്ലാതെ ഈ ലോകത്തോട് പറയാൻ ടീച്ചർ തയ്യാറാണോ? അവൻ തുടർന്നു. ടീച്ചർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. പക്ഷേ ടീച്ചർ തന്നെ സംസാരിക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ടാകും. ഭയപ്പെടേണ്ട, എന്തു വന്നാലും ഞാനും ഈ കുടുംബവും ടീച്ചറുടെ കൂടെയുണ്ടാകും. ജമീല ടീച്ചർ ഒരു നിമിഷം ആദിലിന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ തനിക്ക് ലഭിക്കുന്ന ധൈര്യവും പിന്തുണയും അവർ കണ്ടു. അവരുടെ മനസ്സിൽ നിന്ന് ഭയത്തിന്റെ അവസാന കണികയും ഇല്ലാതായി.
വർഷങ്ങളായി നിശബ്ദയായിരുന്ന അപമാനിക്കപ്പെട്ട ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു പോരാളി ഉണരുകയായിരുന്നു. അവരുടെ മുഖം ദൃഢമായി, കണ്ണുകളിലെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, "ഞാൻ തയ്യാറാണ് മോനെ." ആ ശബ്ദത്തിൽ ഒരു പുതിയ തുടക്കത്തിന്റെ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. എന്റെ മകൻ തുടങ്ങിയ കളിക്ക് ഞാനും എന്റെ സത്യവും തന്നെയായിരിക്കും അവസാന വാക്ക്. ആദിലിന്റെ മനസ്സിൽ ആശ്വാസം നിറഞ്ഞു. അവൻ ഉടൻ തന്നെ തന്റെ PR ടീമിനെ വിളിച്ചു. അടുത്ത ദിവസം നഗരത്തിലെ പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകി. സത്യവും അസത്യവും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുകയായിരുന്നു. ആ യുദ്ധത്തിലെ പ്രധാന ആയുധം ഒരു കാലത്ത് നിശബ്ദതയുടെ പേരിൽ അഹങ്കാരിയെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു സ്ത്രീയുടെ വാക്കുകളായിരുന്നു. പിറ്റേന്ന് നഗരത്തിലെ പ്രസ് ക്ലബ്ബ് മാധ്യമപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ക്യാമറകളുടെ ഫ്ലാഷുകൾ തുടർച്ചയായി മിന്നിക്കൊണ്ടിരുന്നു. ചാനൽ മൈക്കുകൾ ഒരുങ്ങിനിന്നു. ആദിൽ എന്ന യുവ കോടീശ്വരൻ സ്വന്തം ഉമ്മയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയുടെ സത്യാവസ്ഥ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം ആദിലും ഫാത്തിമയും ജമീല ടീച്ചറോടൊപ്പം ഹാളിലേക്ക് പ്രവേശിച്ചു. ടീച്ചറുടെ മുഖത്ത് നേരിയ പരിഭ്രമമുണ്ടായിരുന്നെങ്കിലും ആ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴലുണ്ടായിരുന്നില്ല. അവർ ഒരു വെള്ള സാരിയായിരുന്നു ധരിച്ചിരുന്നത്. ആ വേഷത്തിൽ ഒരു അധ്യാപികയുടെ എല്ലാ യക്കറവും വഖാർ, അന്തസ് നിറഞ്ഞു നിന്നു. ആദിലാണ് സംസാരിച്ചു തുടങ്ങിയത്. "എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. അതിന് പിന്നിലെ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കാനാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ആ സത്യം പറയേണ്ടത് ഞാനല്ല. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ജമീല ടീച്ചർ തന്നെ നിങ്ങളോട് സംസാരിക്കും." അവൻ മൈക്ക് ടീച്ചർക്ക് നേരെ നീക്കി. എല്ലാ ക്യാമറകളും അവരുടെ മുഖത്തേക്ക് സൂം ചെയ്തു. ഒരു നിമിഷം ഹാളിൽ പൂർണ്ണ നിശബ്ദത. ജമീല ടീച്ചർ പതിയെ സംസാരിച്ചു തുടങ്ങി. തുടക്കത്തിൽ ശബ്ദം ചെറുതായി വിറച്ചിരുന്നെങ്കിലും ഓരോ വാക്ക് കഴിയുന്തോറും അത് ദൃഢമായി വന്നു. "എൻ്റെ പേര് ജമീല. സർക്കാർ സ്കൂളിൽ നിന്നും വിരമിച്ച ഒരധ്യാപികയാണ്. എനിക്ക് 2 പെൺമക്കളും ഒരു മകനുമുണ്ട്. ഭർത്താവിൻ്റെ മരണശേഷം എൻ്റെ മകൻ റിസ്വാനായിരുന്നു എൻ്റെ ലോകം. അവനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ പേരിലുണ്ടായിരുന്നതെല്ലാം വിറ്റ് അവനെ പഠിപ്പിച്ചു, വലിയ നിലയിലെത്തിച്ചു." അവർ ഒരു നിമിഷം നിർത്തി, സദസ്സിലെ ഓരോ മുഖങ്ങളിലേക്കും നോക്കി. പക്ഷേ വിവാഹശേഷം അവൻ മാറി. അവൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭാരമായി. ഒടുവിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാന സമ്പാദ്യവും വാങ്ങിയെടുത്ത ശേഷം അവൻ എന്നെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. പിന്നീട് ഒരു വിവരവുമില്ലാതായി. ഒടുവിൽ ശല്യപ്പെടുത്തരുതെന്നും ഏതെങ്കിലും വൃദ്ധസദനത്തിൽ പോയി ചേരാനും അവൻ എന്നോട് ഫോണിലൂടെ പറഞ്ഞു. ഹാളിൽ നേർത്തൊരു പിറുപിറുക്കമുയർന്നു. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. കയ്യിലെ പണം തീർന്നപ്പോൾ തെരുവിലായി. വിശപ്പും തണുപ്പും സഹിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ നിസ്സഹായായിരിക്കുമ്പോഴാണ് ദൈവം ഒരു മാലാഖയെപ്പോലെ ഇവനെ, എൻ്റെ വിദ്യാർത്ഥിയായ ആദിലിനെ, എൻ്റെ മുന്നിലെത്തിച്ചത്. അവൻ എന്നെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വന്തം ഉമ്മയെപ്പോലെ എന്നെ സംരക്ഷിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടുപോയ ജീവിതവും ആത്മവിശ്വാസവും തിരികെ തന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല. പകരം സത്യത്തിൻ്റെ കരുത്ത് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. എൻ്റെ മകൻ പറയുന്നത് ഞാൻ ഓർമ്മക്കുറവുള്ള ഒരു രോഗിയാണെന്നാണ്. അല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൻ എന്നോട് പറഞ്ഞ ഓരോ വാക്കും, ഞാൻ അനുഭവിച്ച ഓരോ വേദനയും ഞാൻ മറന്നിട്ടില്ല. ആദിൽ എന്നെ തടവിൽ പാർപ്പിച്ചിരിക്കുകയല്ല, എനിക്ക് അഭയം നൽകിയിരിക്കുകയാണ്. സ്വന്തം മകൻ ഉപേക്ഷിച്ചപ്പോൾ ഞാൻ ഒരു കാലത്ത് വേദനിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് എനിക്ക് തുണയായത്. ഇതാണ് സത്യം. ഇനി നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാം. അവർ സംസാരം നിർത്തിയപ്പോൾ ഹാളിൽ ഒരു നിമിഷത്തേക്ക് സ്തബ്ധത തളം കെട്ടി. പിന്നെ ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. ഓരോ ചോദ്യത്തിനും ജമീല ടീച്ചർ പതറാതെ വ്യക്തമായി മറുപടി നൽകി. അവരുടെ വാക്കുകളിലെ ആത്മാർത്ഥത കേട്ടിരുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തട്ടി. ആ അമ്മയുടെ കണ്ണുനീരിനു മുന്നിൽ റിസ്വാൻ പണിത നുണയുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുകയായിരുന്നു. പത്രസമ്മേളനം ഒരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും ഓൺലൈൻ പോർട്ടലുകളിലും ചാനലുകളിലും ജമീല ടീച്ചറുടെ കഥ നിറഞ്ഞു നിന്നു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയ്ക്ക് താങ്ങായ പൂർവ്വ വിദ്യാർത്ഥി, മകന്റെ ക്രൂരത ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഒരമ്മ തലക്കെട്ടുകൾ പലതായിരുന്നു. പൊതുജനങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായും മാറിമറിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ആദിലിനെതിരെ ഉയർന്നുവന്ന വെറുപ്പ് റിസ്വാനെതിരെയുള്ള രോഷമായി മാറി.
അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് ആളുകൾ അവനെ ശകാരിച്ചുകൊണ്ട് കമന്റുകളിട്ടു. അവന്റെ കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും പ്രതിഷേധം അലയടിച്ചു. ഈ വാർത്ത ദുബായിലുമെത്തി. റിസ്വാന്റെ കമ്പനി മാനേജ്മെന്റ് അവനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. സഹപ്രവർത്തകരുടെ മുന്നിൽ അവൻ അപമാനിതനായി. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. സ്വന്തം ഭാര്യ പോലും അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവൻ വിതച്ച വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇപ്പോൾ അവനെ തന്നെ തിരിഞ്ഞുകൊത്തുകയായിരുന്നു. കേരളത്തിൽ ആദിലിന്റെ ഫ്ളാറ്റിൽ ആശ്വാസത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ജമീല ടീച്ചർക്ക് തോളിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെ തോന്നി. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ വേദന ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യം അവർ ആസ്വദിച്ചു. ആദിലിന്റെ ബിസിനസ് രംഗത്തെ പേരിന് തിളക്കം കൂടി. അവന്റെ മനുഷ്യത്വത്തെ വാഴ്ത്തിക്കൊണ്ട് നിരവധി പേർ അവനെ വിളിച്ചു. ഒരു വൈകുന്നേരം ആദിൽ തന്റെ ഫോണുമായി ടീച്ചറുടെ അടുത്തേക്ക് വന്നു. ടീച്ചറെ, ഇതൊന്ന് കാണൂ. അതൊരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു. അവരുടെ പത്രസമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിരുന്നു. അതിന് താഴെയുള്ള കമന്റുകൾ ആദിൽ അവർക്ക് വായിച്ചു കൊടുത്തു. ഈ അമ്മയ്ക്ക് നീതി കിട്ടണം. ആദിലിനെപ്പോലുള്ള മക്കളാണ് ഈ ലോകത്തിന്റെ വെളിച്ചം. ടീച്ചറെ, നിങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ കൂടെയുണ്ട്. ഓരോ കമന്റും കേൾക്കുമ്പോൾ ജമീല ടീച്ചറുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കല്ല, തന്റെ സത്യം തിരിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം തനിക്കൊപ്പമുണ്ട് എന്ന ചിന്ത അവർക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. അന്ന് രാത്രി ബാൽക്കണിയിലെ ചാരുകസേരയിലിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവർ മനസ്സിൽ പറഞ്ഞു, പടച്ചോനെ, നീ വലുതാണ്. നീതിയുടെ തിരമാലകൾ അല്പം വൈകിയാലും അത് തീരത്തടിയുക തന്നെ ചെയ്യും. കൊടുങ്കാറ്റൊഴിഞ്ഞ കടലുപോലെ അവരുടെ മനസ്സ് ശാന്തമായിരുന്നു. ദുബായിൽ റിസ്വാന്റെ ലോകം തലകീഴായി മറിയുകയായിരുന്നു. പത്രസമ്മേളനത്തിന്റെ വാർത്തകൾ അവന്റെ കമ്പനിയിലും വലിയ ചലനങ്ങളുണ്ടാക്കി. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്ന അറബ് മാനേജ്മെന്റ് സ്വന്തം അമ്മയോട് ക്രൂരത കാണിച്ച ഒരാളെ ഉയർന്ന പദവിയിലിരുത്തുന്നത് കമ്പനിയുടെ പ്രതിച്ഛായയ്ക്ക് ദോഷകരമാണെന്ന് വിലയിരുത്തി. ഒടുവിൽ രാജിവെക്കാൻ അവർ അവനോട് ആവശ്യപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് അവന് തന്റെ ഉയർന്ന ശമ്പളമുള്ള ജോലി നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ അവന്റെ ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുകൾ വീണു. സമൂഹത്തിൽ അപമാനിതയായ അവന്റെ ഭാര്യയ്ക്ക് അവനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. പണവും പ്രതാപവും നഷ്ടപ്പെട്ട ഭർത്താവിനെ അവൾക്ക് ആവശ്യമില്ലായിരുന്നു. നിരന്തരമായ വഴക്കുകൾക്കൊടുവിൽ ഒരു ദിവസം അവൾ തങ്ങളുടെ മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വിവാഹമോചനത്തിനുള്ള നോട്ടീസ് താമസിയാതെ അവനെ തേടിയെത്തി. ജോലി, കുടുംബം, സമ്പാദ്യം, സൽപ്പേർ എല്ലാം നഷ്ടപ്പെട്ട് ആ വലിയ നഗരത്തിൽ അവൻ ഒറ്റപ്പെട്ടു. ആഡംബര ഫ്ളാറ്റിലെ ഏകാന്തതയിൽ അവന്റെ അഹങ്കാരത്തിന്റെ കോട്ടകൾ പൂർണ്ണമായും തകർന്നു വീണു. ആദ്യമായി അവൻ ആത്മാർത്ഥമായി ചിന്തിക്കാൻ തുടങ്ങി. തന്റെ പരാജയത്തിന്റെ കാരണം ആദിലോ ഉമ്മയോ അല്ല, താൻ തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഓർമ്മകളിലേക്ക് കുട്ടിക്കാലം ഒരു വേലിയേറ്റം പോലെ ഇരച്ചെത്തി. തനിക്ക് വേണ്ടി ഉമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ ഒരു കുറവും വരുത്താതെ തന്നെ വളർത്തിയത്. തനിക്കിഷ്ടപ്പെട്ട പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കി സ്നേഹത്തോടെ വിളമ്പിത്തന്നത്. ഓരോ ഓർമ്മയും അവന്റെ നെഞ്ചിൽ ഒരു കനൽ പോലെ എരിഞ്ഞു. പണത്തിനും പ്രതാപത്തിനും വേണ്ടി താൻ മറന്നുപോയത് ആ സ്നേഹത്തെയായിരുന്നു. താൻ വലിച്ചെറിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയെയായിരുന്നു. അവന്റെയുള്ളിൽ പശ്ചാത്താപത്തിന്റെ ഒരു തീ ആളിക്കത്തി. അത് അഹങ്കാരത്തിന്റെ അവസാന കണികയെയും ചാരമാക്കി. അവനൊരു തീരുമാനമെടുത്തു. നാട്ടിലേക്ക് മടങ്ങണം. ഉമ്മയെ തിരികെ കിട്ടാനല്ല, സമൂഹത്തിനു മുന്നിൽ നല്ലവനാകാനുമല്ല, മറിച്ച് ആ കാൽക്കൽ വീണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കാൻ. ഒരുപക്ഷെ ഉമ്മ ക്ഷമിച്ചേക്കില്ല. എന്നാലും ആ മാപ്പ് ചോദിക്കാതെ തന്റെ ആത്മാവിന് മോക്ഷമുണ്ടാകില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന അവസാന പണവുമെടുത്ത് അവൻ കേരളത്തിലേക്കുള്ള വിമാനത്തിൽ കയറി. ആ യാത്ര അവന്റെ ജീവിതത്തിലെ യഥാർത്ഥ പ്രായശ്ചിത്തത്തിന്റെ തുടക്കമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ആദിലിന്റെ വീട്ടിൽ ജമീല ടീച്ചർ ഇപ്പോൾ ആ കുടുംബത്തിലെ കാരണവത്തിയാണ്. അവരുടെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ കൈവന്നിരുന്നു. ആദിൽ ടീച്ചറുടെ പേരിൽ ഒരു ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചിരുന്നു, ജമീല ഫൗണ്ടേഷൻ. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായം നൽകുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. അതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ടീച്ചറായിരുന്നു. ഓരോ കുട്ടിയുടെയും പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അവർ തന്റെ പഴയ അധ്യാപക ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി ജീവിക്കുകയായിരുന്നു.
ഒരുച്ചയ്ക്ക് ആദിലിന്റെ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ഗാർഡ് ഇന്റർകോമിൽ വിളിച്ചു. സാർ, ഒരാൾ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. റിസ്വാൻ എന്നാണ് പേര് പറയുന്നത്. ആദിൽ ഒരു നിമിഷം ജമീല ടീച്ചറെ നോക്കി. അവർ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ അടുക്കി വയ്ക്കുകയായിരുന്നു. അവൻ ടീച്ചറോട് കാര്യം പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമുണ്ടായില്ല. അവനെ അകത്തേക്ക് വിടാൻ പറയൂ, അവർ ശാന്തമായി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ റിസ്വാൻ ലിഫ്റ്റിറങ്ങി അവരുടെ മുന്നിലേക്ക് വന്നു. മാസങ്ങൾക്ക് മുൻപ് കണ്ട അഹങ്കാരിയായ ചെറുപ്പക്കാരനായിരുന്നില്ല അത്. താടി വളർന്ന് മെലിഞ്ഞുണങ്ങി വസ്ത്രങ്ങൾ മുഷിഞ്ഞ് ആകെ തകർന്ന ഒരു രൂപം. അവൻ ആരുടെയും മുഖത്ത് നോക്കിയില്ല. നേരെ വന്ന് ജമീല ടീച്ചറുടെ കാൽക്കലേക്ക് വീണു. ഉമ്മ, എന്നോട് പൊറുക്കണം. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ പൊട്ടിക്കരഞ്ഞു. അവന്റെ കണ്ണുനീർ ആ നിലത്ത് വീണു പടർന്നു. അവനു വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ജമീല ടീച്ചർ പതിയെ കുനിഞ്ഞ് അവന്റെ തോളിൽ പിടിച്ചു. അവർ അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നിട്ട് തന്റെ സാരിത്തലപ്പുകൊണ്ട് അവന്റെ കണ്ണുകൾ തുടച്ചു. കരയല്ലേ മോനെ. അവരുടെ ശബ്ദം വാത്സല്യം കൊണ്ട് ആർദ്രമായിരുന്നു. പടച്ചോൻ പൊറുക്കുന്നവനാണ്, പിന്നെയാണോ ഒരു ഉമ്മ? എഴുന്നേൽക്ക്. അവർ അവനെ ചേർത്ത് പിടിച്ചു. വർഷങ്ങളുടെ അകൽച്ചയും വേദനയും ആ ഒരൊറ്റ ആലിംഗനത്തിൽ അലിഞ്ഞില്ലാതായി. ആദിലും ഫാത്തിമയും ആ പുനഃസമാഗമം കണ്ട് നിറകണ്ണുകളോടെ നിന്നു. ഒരു വർഷത്തിനു ശേഷം ജീവിതം അതിന്റെ സാധാരണഗതിയിലേക്ക് മടങ്ങിയിരുന്നു. പക്ഷേ എല്ലാവരിലും ആഴത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായിരുന്നു. റിസ്വാൻ നാട്ടിൽ തന്നെ ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലിക്ക് കയറി. പഴയ പ്രതാപത്തിന്റെ നിഴലുപോലുമില്ലാത്ത ഒരു സാധാരണ ജീവിതം. എങ്കിലും അവന്റെ മുഖത്ത് മുൻപെങ്ങുമില്ലാത്ത ഒരുതരം സമാധാനമുണ്ടായിരുന്നു. എല്ലാ വാരാന്ത്യങ്ങളിലും അവൻ ആദിലിന്റെ ഫ്ളാറ്റിലെത്തും. ഉമ്മയോടൊപ്പം സമയം ചെലവഴിക്കും. അവർക്ക് വേണ്ട മരുന്നുകൾ വാങ്ങി നൽകും. അവരുടെ കൈപിടിച്ച് ബാൽക്കണിയിൽ ഒരുപാട് നേരം സംസാരിച്ചിരിക്കും. ഉമ്മയെ തിരികെ കൊണ്ടുപോകാനോ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനോ അവൻ ശ്രമിച്ചില്ല. നഷ്ടപ്പെട്ടുപോയ സ്നേഹം തിരികെ പിടിക്കുന്ന ഒരു മകന്റെ റോളിൽ അവൻ സംതൃപ്തനായിരുന്നു. ജമീല ഫൗണ്ടേഷൻ അപ്പോഴേക്കും ഒരുപാട് വളർന്നിരുന്നു. ജമീല ടീച്ചറുടെ മേൽനോട്ടത്തിൽ നിരവധി കുട്ടികൾക്ക് പഠനസഹായം ലഭിച്ചു. ഫൗണ്ടേഷന്റെ പരിപാടികളിൽ അവർ മുഖ്യാതിഥിയായി. അവരുടെ ജീവിതാനുഭവം കേൾവിക്കാർക്ക് ഒരു പ്രചോദനമായി. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയിൽ നിന്ന് സമൂഹത്തിന് വെളിച്ചം നൽകുന്ന ഒരു വ്യക്തിത്വമായി അവർ മാറിയിരുന്നു. ഒരു പെരുന്നാൾ ദിവസം ആദിലിന്റെ വീട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ട് നിറഞ്ഞിരുന്നു. ബിരിയാണിയുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. വീടിന്റെ ഒത്ത നടുക്ക് ചാരുകസേരയിൽ ജമീല ടീച്ചർ ഇരുന്നു. അവർക്ക് ചുറ്റും റയാനും ആയിഷയും കളിക്കുന്നു. ഒരു വശത്ത് ആദിൽ അതിഥികളോട് സംസാരിക്കുന്നു. മറുവശത്ത് അടുക്കളയിൽ ഫാത്തിമയെ സഹായിച്ച ശേഷം റിസ്വാൻ ഒരു പാത്രത്തിൽ ബിരിയാണിയുമായി ഉമ്മയുടെ അടുത്തേക്ക് വന്നു. ഉമ്മ, കുറച്ച് കഴിക്കൂ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവർ പുഞ്ചിരിയോടെ അത് വാങ്ങി. അവരുടെ കണ്ണുകൾ ഒരേ സമയം ആദിലിനെയും റിസ്വാനെയും നോക്കി. ഒരു കാലത്ത് ക്ലാസ് മുറിയിൽ വെച്ച് താൻ താരതമ്യം ചെയ്ത രണ്ട് വിദ്യാർത്ഥികൾ. ഒരാൾ തന്റെ പ്രിയപ്പെട്ടവൻ, മറ്റൊരാൾ വെറുക്കപ്പെട്ടവൻ. ഇന്ന് കാലം ആ സമവാക്യങ്ങളെല്ലാം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. രണ്ടുപേരും തനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്നു. തന്റെ ജീവിതം ഒരു പൂർണ്ണവൃത്തം വരച്ചതുപോലെ അവർക്ക് തോന്നി. പണവും പ്രതാപവുമല്ല, സ്നേഹവും ക്ഷമയും പരസ്പരം താങ്ങായി നിൽക്കുന്ന ബന്ധങ്ങളുമാണ് യഥാർത്ഥ സമ്പത്തെന്ന് കാലം അവരെ പഠിപ്പിച്ചിരുന്നു. ആകാശത്ത് പെരുന്നാൾ ചന്ദ്രൻ തെളിഞ്ഞു നിന്നു. ആ നിലാവിന്റെ ശാന്തതയിൽ, സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളതയിൽ ആ കുടുംബം പുതിയൊരു ജീവിതം ആഘോഷിക്കുകയായിരുന്നു.